പ്രിയപ്പെട്ടവരെ, മന്ന ദ ഡെയിലി ബ്രെഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ഉൽപ്പത്തി പുസ്തകത്തിൽ തൻ്റെ സഹോദരൻ ആബേലിനെ കൊല ചെയ്ത കായേന് ദൈവം കൊടുക്കുന്ന ഒരു വലിയ ശിക്ഷ നമ്മൾ കാണുന്നുണ്ട്. വലിയ ദാരുണമായൊരു സംഭവമാണത്. സ്വന്തം സഹോദരനെ കൊലപ്പെടുത്തിയതിനു ശേഷം മറ്റൊരു ദേശത്തേക്ക് ഓടി ഒളിക്കാൻ ശ്രമിക്കുന്ന കായേനെ ദൈവം വഴിയിൽ തടഞ്ഞു നിർത്തുന്നുണ്ട്. കായേനോട് ദൈവം ചോദിക്കുന്നുണ്ട്, എവിടെ നിന്റെ സഹോദരൻ എന്നൊക്കെ. ഒടുവിൽ ദൈവം അവനോട് ക്ഷമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും ദൈവം ഒരു ശിക്ഷാവിധി അവന് കൊടുക്കുന്നുണ്ട്. അതിപ്രകാരമാണ്: നീ ചവിട്ടി നിൽക്കുന്ന മണ്ണ് നിനക്ക് ഫലം തരില്ല, നീ ഭൂമിയിൽ അലഞ്ഞു തിരിയുന്നവനായിരിക്കും. ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിന്റെ പ്രവൃത്തിയുടെ കർമ്മഫലം ദൈവം വിധിച്ചു കൊടുക്കുന്ന അപ്രകാരമാണ്. കൊല ചെയ്തവൻ ചവിട്ടി നിൽക്കുന്ന മണ്ണ് ഫലം കൊടുക്കില്ല, ഭൂമിയിൽ അവൻ അലഞ്ഞു തിരിയുന്നവനായിട്ട് നടക്കും. എത്രയോ ദാരുണമായ ഒരു ശാപമാണത്. നമ്മളെപ്പോഴും ഓർത്തുകൊള്ളുക, ദൈവം കാവൽ നിൽക്കുന്നതാണ് ഈ ഭൂമിയിൽ ഓരോ മനുഷ്യന്റെയും ജീവിതം. അതുകൊണ്ട് ആരെയും നിങ്ങൾക്ക് വ്രണപ്പെടുത്താൻ അവകാശമില്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് കടന്നു കയറാൻ അവകാശമില്ല. നിങ്ങളുടെ വാക്കുമൂലമോ പ്രവൃത്തി മൂലമോ ഒരാളുടെ ആത്മാവ് വല്ലാണ്ട് പരിതപിക്കപ്പെട്ടു കഴിഞ്ഞാൽ അതിനൊരു കർമ്മഫലം നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. നമ്മുടെ ജീവിതത്തിന്റെ വഴികളിൽ എവിടെയെങ്കിലും നമ്മൾ ദുഃഖങ്ങൾക്ക് വിധേയരായി മാറുകയും ചെയ്യും. അല്ലെങ്കിൽ ചവിട്ടി നിൽക്കുന്ന മണ്ണ് ഫലം നൽകാതെ നമ്മളെ ചതിച്ചു കളയും. ഭൂമിയിൽ നമുക്ക് സ്വസ്ഥത എന്ന് പറയുന്നത് അന്യമായി മാറുകയും ചെയ്യും. ഏത് പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും നമുക്ക് സമാധാനമോ സന്തോഷമോ ലഭിക്കുകയില്ല. അതുകൊണ്ട് കഴിയുന്നത്ര ഒരു മനുഷ്യന്റെ ആത്മാവിനെ വ്രണപ്പെടുത്താതിരിക്കുക. ആത്മാവ് ദൈവവുമായിട്ട് നിരന്തര സമ്പർക്കത്തിലാണ്. ആ ദൈവത്തിന് മുമ്പിൽ നീതിക്ക് വേണ്ടി യാചിച്ചാൽ ദൈവത്തിന് അടങ്ങി ഇരിക്കാൻ കഴിയുകയില്ല. അനുഗ്രഹിക്കട്ടെ ദൈവം. ആമേൻ.